അതെ, ക്യാൻസറാണ്. കുറച്ച് മോശമാണ്. നമ്മളെ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊരു തരംഗമായി മാറിയൊരു വ്യക്തിയാണ്. ഇപ്പോഴും രേണുസുതിയെ പറ്റി എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. നമ്മളങ്ങനെ രേണുസുതിയുടെ ഇതൊന്നും ഫോളോ ചെയ്യാറില്ലായിരുന്നു. കാരണം 1-2 വീഡിയോ ഒക്കെ ചെയ്തിട്ട് അങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. കാരണം ആ പാവം പിടിച്ച സ്ത്രീ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കറിയാമല്ലോ, പെട്ടെന്ന് ഭർത്താവ് മരിച്ചു പോകുമ്പം സുധി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ വ്യക്തിയോട് ആർക്കും എതിർപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ രേണുസുതി ഉയർന്നു വരുന്നു, അവർ ആ സിനിമയിൽ അഭിനയിക്കുന്നു, അതുപോലെ ആൽബങ്ങളിൽ അഭിനയിക്കുന്നു, അവരെ കൊണ്ടാവുന്ന പോലൊക്കെ അഭിനയിക്കുന്നു. അതെനിക്ക് തോന്നുന്നു പലപ്പോഴും നെഗറ്റീവാണല്ലോ എല്ലാവരെയും പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറിപ്പോവുകയും ചെയ്യും, അതുപോലൊക്കെ പബ്ലിസിറ്റി കൂടുകയും ചെയ്യും. ജനങ്ങളുടെ എന്താ പറയുന്നത്, നെഗറ്റീവാണെങ്കിലും ആൾക്കാർ കാണാൻ കയറുന്നതിനനുസരിച്ച് അതിന് പബ്ലിസിറ്റി കൂടും. അതാണ് അതിൻ്റെ അവസ്ഥ. നെഗറ്റീവാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. നമുക്ക് എത്ര പോസിറ്റീവ് ഉണ്ടെങ്കിലും അല്പം നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളൊരു ട്രെൻഡിങ് താരമായി മാറും. അതുപോലെ തന്നെ രേണുസുതി എങ്ങനെ പോയാലും, രേണുസുതി എന്ത് ചെയ്താലും അതൊരു വിഷയമായി മാറുകയൊക്കെ ചെയ്തു. ഇപ്പം രേണുസുതിക്ക് ക്യാൻസറാണെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ചു. ഒരു വല്ലാത്ത അവസ്ഥ. നമ്മൾ എന്നും സ്ഥിരമായിട്ട് കാണുന്ന രേണുസുതിക്ക് ക്യാൻസറാണെന്ന് പറയുന്നത് കൊണ്ട് പലരും വീഡിയോ ചെയ്തതായിട്ടൊക്കെ ഞാൻ കണ്ടു. അത് പക്ഷേ ഫേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. രേണുസുതി ഒരിടത്ത് പോലും തുറന്നു പറഞ്ഞില്ല. പക്ഷേ ഈ ദിവസം ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ തനിക്ക് ക്യാൻസറാണെന്ന് പറയുന്നു. അത് 3ാമത്തെ സ്റ്റേജിലെത്തി, 3ാമത്തെ സ്റ്റേജ് കഴിയാറായി എന്ന് പറഞ്ഞപ്പം അത്രയും നാളും എനിക്ക് തോന്നുന്നു അത്രയും നാൾ പരിഹസിച്ചവരും അവരെ വിമർശിച്ചവരൊക്കെ ഒരു നിമിഷം കണ്ണു നിറഞ്ഞു കാണും. അത് 100%. കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബ് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3. കാരണം നിഷ്കളങ്കിയായ ഒരു സ്ത്രീ ജീവിതത്തെപ്പറ്റി അധികമൊന്നും അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഈ ഭർത്താവിനോടൊപ്പം ജീവിച്ച്, മക്കളും ഭർത്താവിനോടൊപ്പം ജീവിച്ച്, ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഒറ്റയായിപ്പോയൊരു സ്ത്രീ, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത സ്ത്രീ. പിന്നെ അവർ പിടിച്ച് കയറുകയായിരുന്നു. തനിക്ക് കിട്ടിയ അവസരങ്ങൾ, വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തി തനിക്ക് കിട്ടിയ അവസരങ്ങളത് പ്രയോജനപ്പെടുത്തി. അത് സോഷ്യൽ മീഡിയയിൽ കൂടി ആ നെഗറ്റീവിനെ വരെ പോസിറ്റീവാക്കി മാറ്റിയ ഒരു സ്ത്രീ. എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. പല ചാനലുകളും ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി രേണുസുതിയുടെ വീഡിയോ മാത്രം ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു 1, 2, 3 ഒക്കെ ചെയ്യുന്നവരുണ്ട്. രേണുസുതിയെ വിമർശിച്ചുകൊണ്ടാണ്. അതിനായിരുന്നു മാർക്കറ്റ് കൂടുതൽ. രേണുസുതിയെ അംഗീകരിച്ചുകൊണ്ട് ആരും വീഡിയോ ചെയ്തതായിട്ട് എനിക്ക് അപൂർവം ചിലരൊക്കെ ചെയ്ത് കാണും. അതിന് പക്ഷേ വ്യൂസും കുറവായിരുന്നു. രേണുസുതിയെ പച്ചത്തേറിയൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി അതാണ്, രേണുസുതി ഇതാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര ഇതായിരുന്നു. അത് കുറച്ച് നാളായിട്ട് ഇപ്പോഴും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത രേണുസുതി പുറത്തു വിടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ എന്തെന്നറിയാതെ നമ്മളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. അത് സോഷ്യൽ മീഡിയയിലെ ഒരു അവസ്ഥ തന്നെയാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല അല്ലേ. എത്രയും പെട്ടെന്ന് അവർക്ക് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അത് മാത്രമല്ല നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഓരോ നിയോഗം പോലെ നമ്മളിലേക്ക് വന്നു ചേരുക. ആർക്കൊക്കെ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റില്ലേ. ഏതായാലും ഒരു നിഷ്കളങ്കയായ എന്താ പറയുന്നത്, പാവം പിടിച്ച ഒരു സ്ത്രീ. അത് ബിഗ് ബോസിൽ വന്നപ്പോഴാണ് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ഒന്നും ഇല്ല. അവർക്ക് കൃത്യമായിട്ട് ഒന്നിനെപ്പറ്റി അറിയില്ല. പിന്നെ ഓരോരുത്തരൊക്കെ ചരട് വലിക്കുന്നതിനനുസരിച്ച് അവർ താളം തുള്ളുന്നു, അതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരെ കൊണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. വേറെ മറ്റെന്താ പറയുക, എന്ത് പറയാനല്ലേ. മാനസികമായിട്ട് ഭയങ്കര വിഷമമായിപ്പോയി ഇത് കേട്ടപ്പോഴേ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.